ഇനി ഇന്ത്യൻ സിനിമ സംസാരിക്കാൻ പോകുന്ന ഒരേ ഒരു വിഷയം മമ്മൂട്ടിയും കളങ്കാവലും എന്നായിരിക്കും. അതിന് മെയിൻ കാരണം ഇന്നലെ ഈ സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് നടന്നിരുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അവർ പറഞ്ഞിരുന്നു, ഇതിന്റെ പ്രീ റിലീസ് ഇവന്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത്രത്തോളം ഒരു ക്രൗഡ് പുള്ളിങ് ആയിട്ടും അല്ലെങ്കിൽ ഇത്രത്തോളം ലൗഡായിട്ടും ഉണ്ടാവുന്ന ആരും പ്രതീക്ഷയില്ല. ഒരുപാട് ആൾക്കാർ പരാതിയായിരുന്നു, ഈ സിനിമക്ക് പ്രൊമോഷൻ ഇല്ല, മമ്മൂട്ടി കമ്പനി പ്രൊമോഷൻ ഇല്ല. പക്ഷെ ഈ ഒരു 2-3 ദിവസമായിട്ട് വരുന്ന ഓരോ അപ്ഡേഷനും നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഇങ്ങനെ തന്നുകൊണ്ട്, പ്രത്യേകിച്ച് അതിലധികമൊന്നും ഒരു റിവീൽ ചെയ്തിട്ടും കൂടില്ല. പക്ഷെ നമുക്ക് ഓരോ പ്രേക്ഷകനും ഇങ്ങനെ പ്രതീക്ഷകൾ ഇങ്ങനെ തന്നെ. അതിൽ ഇന്നലെ ഇറങ്ങിയൊരു പ്രീ റിലീസ് ടീസർ ഉണ്ട്, അന്യായ സാധനം. അതിൽ ഞാൻ ശ്രദ്ധിച്ച് ഒരു നെഗറ്റീവ് കമന്റ് പോലും അതിൽ കാണാനില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തോട് 1-2 ആളുകൾക്കുള്ള ഈ മറ്റുള്ളവരോടുള്ള കടുത്ത ആരാധന മൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഒരു ചൊറിച്ചിലുണ്ടാവുമല്ലോ, ആ ഒരു സംഭവം മാത്രമേ കാണാനുള്ളൂ. ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ ഈ കളങ്കാവിലും ഈ മമ്മൂക്കയുടെ ആ പെർഫോമൻസിനെയും വെയിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കമന്റ്സ്. അതിൽ തന്നെ സന്തോഷമായി. കാരണം എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ മൈൻഡോടെ ഇതിനെ വെയിറ്റ് ചെയ്യും. മാത്രമല്ല, അതിന്റെ ബുക്കിംഗ് തുടങ്ങി. കേരളത്തിലായാലും മറ്റുള്ള സംസ്ഥാനങ്ങളിലായാലും അതുപോലെ GCC കൺട്രീസിലൊക്കെ ഇന്നലത്തോടെ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ തുടങ്ങി. വമ്പൻ ബുക്കിംഗ് സംഭവം, ചെറുതായിട്ടൊന്നുമല്ല. ഇതുവരെ ഒരു മമ്മൂട്ടി ചിത്രത്തിന് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വമ്പൻ ബുക്കിംഗ് ആണെന്നാണ് കേട്ടത്. ഏകദേശം ഒരു 300+ മുകളിൽ തിയേറ്ററിൽ ഈ സംഭവം റിലീസ് ഉണ്ടാവും എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടോ. പിന്നെ ഒരുപാട് ഇതിൽ സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇതിന് ഫാൻ ഷോ കൊടുക്കാതെ ഇതിന്റെ ഒരു നോർമൽ ന്യൂൺ ഷോന്റെ ഏകദേശം ഒരു ടൈമിൽ അവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ റിലീസ് ചെയ്താൽ അത് ഒരുപാട് ഈ സിനിമയെ എഫക്ട് ചെയ്യുന്നുള്ളത് അവർക്ക് കൃത്യമായ ബോധം. അതുകൊണ്ടാണ് ട്രെയിലറിലായാലും മറ്റുള്ളായാലും അവർ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ റിവീൽ ചെയ്യാതെ ചെറുതായി അവിടെ ഇവിടെ ഒക്കെ കാണിക്കണം. പിന്നെയും കുറച്ച് കാണിച്ചത് ഇന്നലത്തെ പ്രീ റിലീസ് ടീസറിലാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലായി സംഭവം ഉണ്ടെന്ന്. പിന്നെ മാത്രമല്ല, ഇന്നലത്തെ പ്രീ റിലീസ് അതിന്റെ ഇവന്റിൽ മമ്മൂക്ക മറ്റേ നമ്മുടെ വിനായകനെ ചേർത്ത് പിടിച്ച് നിർത്തിയില്ലേ, ഒരു താരവും ചേർത്ത് പിടിക്കാത്ത രീതി. കാരണം അദ്ദേഹത്തിനെ നമുക്കറിയാം, അദ്ദേഹം സിനിമയിൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് റിയൽ ലൈഫിൽ ഒരുപാട് അദ്ദേഹത്തിന്റെ പൊരുത്തക്കേടും കാര്യങ്ങളും ഒരുപാട് വിമർശനങ്ങളും ഒക്കെ ഇടക്കിടക്കുണ്ടാകും. പക്ഷെ അതൊന്നും വില വെക്കാതെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, ഇദ്ദേഹം ചെയ്ത ഒരുപാട് ചെറിയ ചെറിയ കുരുത്തക്കേടുകളുണ്ട്, അതൊക്കെ നമുക്ക് മറക്കാം. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം അത് നിങ്ങളെ ഞെട്ടിക്കും. പിന്നെ മാത്രമല്ല, ഞാനിതിൽ നായകനുമല്ല, എന്താ പറയുക, നായകനല്ല, പക്ഷെ ഇതിൽ ഞാൻ പ്രതിനായകനാണ്. ഈ സിനിമയിൽ എന്നെ നിങ്ങൾ ആരും ഇഷ്ടപ്പെടൂല, നിങ്ങൾ എൻ്റെ കഥാപാത്രത്തോട് ഒരിക്കലും യോജിക്കൂല. പക്ഷേ ഈ സിനിമ വിട്ടിറങ്ങുമ്പോൾ ഈ ഒരു കഥാപാത്രം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ ക്യാരക്ടർ നമ്മൾ കണ്ട് ശീലിച്ച ഒരുപാട് വ്യക്തികളിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് റിയൽ സ്റ്റോറീസിൽ നിന്നും ഒരുപാട് ഇങ്ങനെ എടുത്തെടുത്ത്, എന്നാൽ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരുപാട് വ്യക്തികൾ. പിന്നെ മാത്രമല്ല, ഇതിൽ വേറെ സംഭവം കൂടി ഉണ്ടായിട്ടാണ്. ഇന്നലെയാണ് നമ്മൾ പറഞ്ഞത്, ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ പറയുന്നത്, ഇതിൽ 21-22 സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഒരു മലയാള സിനിമയാണ് ഇത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത്രത്തോളം ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാധാന്യമുള്ള ഒരു മലയാള സിനിമ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത് കളങ്കാവലും മാത്രമാണ്. അതും മമ്മൂക്കൻ വരുമ്പോൾ അവരെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു നമ്മളപ്പളം ഞെട്ടി, ഇത്രത്തോളം സ്ത്രീ കഥാപാത്രങ്ങൾ ആ സിനിമയിൽ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഇവന്റ് ആണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയാതെ പറയുന്നുണ്ട്, നമ്മൾ ഞെട്ടിക്കുന്നുള്ളത് ഒരു സംശയം വേണ്ട. എന്തായാലും എല്ലാവരും ഡിസംബർ 5 വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ തിയേറ്ററിലൊക്കെ ബുക്കിംഗ് ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് നിൽക്കുക. എന്തായാലും സംഭവം കത്തും, കത്തിക്കാതിരിക്കില്ല. ഓക്കെ.